നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ എം.പി. രസ്ന. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സൗദി അറേബ്യയിൽ ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് 2.5 ലക്ഷത്തോളം നിയമലംഘനങ്ങൾ പിടികൂടി. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ നടത്തിയ 5 ലക്ഷത്തിലധികം പരിശോധനകളിലാണ് ഇത്രയും വലിയ നടപടിയുണ്ടായത്. നിയമം കൃത്യമായി പാലിക്കാത്ത കമ്പനികൾക്ക് 1/2 ലക്ഷത്തിലേറെ താക്കീതുകൾ നൽകിയതായും മന്ത്രാലയം അറിയിച്ചു. സൗദിയിൽ ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള 6 മാസത്തിനിടെ 2,40,000-ലധികം തൊഴിൽ നിയമലംഘനങ്ങളാണ് മന്ത്രാലയം കണ്ടെത്തിയത്. 5 ലക്ഷത്തിലേറെ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തി. ഇതിൽ സ്വദേശിവൽക്കരണ നിയമങ്ങൾ പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് മാത്രം 80,000-ലധികം നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. പുതിയ സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കിയുള്ള സ്മാർട്ട് ഇൻസ്പെക്ഷൻ സംവിധാനം വഴിയാണ് 60,000-ലധികം കേസുകൾ വേഗത്തിൽ കണ്ടെത്തിയത്. വീഴ്ചകൾ വരുത്തിയ സ്ഥാപനങ്ങൾക്ക് 50,000-ലധികം മുന്നറിയിപ്പുകൾ ഉദ്യോഗസ്ഥർ നൽകി. എന്നാൽ രാജ്യത്തെ 2 ലക്ഷത്തിലധികം സ്വകാര്യ സ്ഥാപനങ്ങൾ നിയമങ്ങൾ കൃത്യമായി പാലിച്ചതായി റിപ്പോർട്ടിലുണ്ട്. സ്വദേശികൾക്ക് സുരക്ഷിതമായ ജോലി ഉറപ്പാക്കാനും വിപണിയിൽ തുല്യത നിലനിർത്താനും പരിശോധനകൾ ഇനിയും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. 24 ജിദ്ദ. യുഎഇയിലെ ഇന്ത്യൻ പൌരന്മാരുടെ പാസ്പോർട്ട് വിസ സേവനങ്ങളിലെ പ്രതിസന്ധി കനക്കുന്നു. ഇന്ത്യൻ കോൺസുലേറ്റിലും എംബസിയിലും മാത്രമാണ് ഇപ്പോൾ സേവനം ലഭിക്കുന്നത്. നിയമക്കുരുക്ക് മൂലമാണ് പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി പുതിയ കമ്പനിക്ക് ചുമതലയേൽക്കാൻ കഴിയാത്തത്. ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. യുഎയിലെ ഇന്ത്യൻ പൗരന്മാർ പാസ്പോർട്ട് വിസ സേവനങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധി അത് കൂടുതൽ രൂക്ഷമാകും എന്നതിൻ്റെ സൂചനകളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. നേരത്തെ ഈ സേവനങ്ങളുടെ ഒക്കെയും ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിയെ മാറ്റിക്കൊണ്ട് പുതിയ കമ്പനിക്ക് കഴിഞ്ഞ മാസമാണ് ചുമതല നൽകിയത്. നേരത്തെ അറിയിച്ചത് പ്രകാരം ഈ മാസം 1-ാം തീയതി, അതായത് ഇന്നലെ മുതൽ ഈ സേവനങ്ങൾ പുതിയ കമ്പനി ഏറ്റെടുക്കുമെന്നും വിവിധ കേന്ദ്രങ്ങളിലായി പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് നൽകി വരുമെന്നാണ് ഈ കമ്പനിയും ഒപ്പം തന്നെ വിവിധ അധികൃതരുമൊക്കെ അറിയിച്ചത്. പക്ഷേ അതിനിടയിൽ ഒരു നിയമപ്രശ്നം വരികയും പഴയ കമ്പനി കോടതിയെ സമീപിക്കുകയും ചെയ്തു. അങ്ങനെ ആ കേസ് തുടർന്നു പോകുന്നതിനാൽ ഇപ്പോഴും പുതിയ കമ്പനിക്ക് ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ പാസ്പോർട്ട് ഒപ്പം തന്നെ ഈ വിസ സേവനങ്ങളൊക്കെ നൽകി വരുന്നത് ഇന്ത്യൻ കോൺസുലേറ്റും ഒപ്പം തന്നെ എംബസിയുമാണ്. കോൺസുലേറ്റിൻ്റെയും ഒപ്പം തന്നെ എംബസിയുടെയും ഒക്കെ മുന്നിൽ സജ്ജീകരിച്ചിരിക്കുന്ന പുതിയ കേന്ദ്രങ്ങളിൽ വേണം ഇത്തരത്തിലുള്ള സേവനങ്ങൾക്കായി ജനങ്ങൾ എത്തിച്ചേരേണ്ടത്. അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ഒരു ടോക്കണിംഗ് സംവിധാനം ഒന്നുമില്ല. ആദ്യം ചെല്ലുന്നവർക്ക് ആദ്യം എന്ന മുറയ്ക്കാണ് ഇവിടെ സേവനം നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തേണ്ടതായി വരുന്നു. സമയം നോക്കുകയാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 12:30 വരെ മാത്രമാണ് ഈ കേന്ദ്രങ്ങളിലൊക്കെയും എത്താൻ കഴിയുന്നത്. ഇന്ത്യൻ എംബസിയിലും ഒപ്പം തന്നെ ദുബായ് കോൺസുലേറ്റിലും എത്തേണ്ട സമയം ഇതാണ്. അപ്പോൾ ആദ്യം വരുന്നവർക്ക് ആദ്യം സേവനം നൽകി വരുന്നു. അങ്ങനെ കൂടുതൽ ആളുകൾ രാവിലെ തന്നെ എത്തേണ്ടതായി വരുന്നുണ്ട്. ഒപ്പം തന്നെ ടോക്കണിംഗ് സംവിധാനം ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. മാത്രമല്ല ദൂരെയുള്ള എമിറേറ്റുകളിലും മറ്റുമൊക്കെ ഉള്ളവർ എത്തേണ്ടതിൻ്റെ ബുദ്ധിമുട്ടുകളും വലുതായി ഉയർന്നു വരികയാണ്. നിലവിൽ പ്രവാസി സംഘടനകൾ ഒപ്പം തന്നെ വിവിധ മറ്റ് സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളി പ്രവാസി സംഘടനകളൊക്കെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം, പ്രവാസികളുടെ പ്രശ്നങ്ങൾ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല കാർഡ് പേയ്മെന്റ് മുതലായവയൊന്നും തന്നെ ഇവിടെ നടത്താൻ കഴിയില്ല. കൃത്യം പൈസ കയ്യിൽ കരുതണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഫോം ഫില്ല് ചെയ്ത് നൽകുന്നതിലുമൊക്കെയുള്ള നിർദ്ദേശങ്ങൾ എംബസിയും കോൺസുലേറ്റും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ആളുകൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ഈ സേവനങ്ങൾ നൽകി വരാൻ കഴിയുന്നില്ല. ഏതാണ്ട് ഒരാഴ്ചയായി ഈ സേവനങ്ങൾ മന്ദഗതിയിലാണ്. ഈ നിലയ്ക്ക് കഴിഞ്ഞ അതോറിറ്റി അറിയിച്ചിരുന്നത് അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് കമ്പനി അറിയിച്ചിരുന്നത് ഈ 1-ാം തീയതി വരെ എമർജൻസി അപ്പോയിൻമെൻറ്റുകൾ മാത്രമായിരിക്കും സ്വീകരിക്കുക എന്നുള്ളൊരു അറിയിപ്പ് വന്നു. ആ എമർജൻസി അപ്പോയിൻമെൻറ്റുകൾ കഴിഞ്ഞ് ഇന്നലെ മുതൽ ഈ സേവനങ്ങൾ സാധാരണ നിലയിലാകേണ്ടതായിരുന്നു. പക്ഷേ അത് ഇതുവരെയും ആകാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ ഇത്തരത്തിൽ ഈ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ടൊക്കെയും വിവിധ സേവനങ്ങളുടെ ഫീസ് വർദ്ധിപ്പിക്കുന്നതിൽ പ്രവാസികൾ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിരുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ഇരുട്ടടിയായി ഇതുകൂടി മാറിയിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു. അത് എത്ര ദിവസം തുടർന്നു പോകും എന്നതാണ് ഇനി കാണേണ്ടത്.
വിദേശത്തു നിന്ന് അപേക്ഷിക്കുന്ന ഇന്ത്യൻ പൌരന്മാരുടെ പാസ്പോർട്ട് സേവന ഫീസ് വർധന പുനഃപരിശോധിക്കണമെന്ന് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ ആവശ്യപ്പെട്ടു. നിലവിലെ നിരക്കിൽ 50% കുറവ് വരുത്തണം. ഇതു സംബന്ധിച്ച് പ്രധാനമന്ത്രിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും സംഘടന നിവേദനം നൽകി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ പ്രധാന ചാലക ശക്തികളാണെന്ന് ICF ചൂണ്ടിക്കാട്ടി. എന്നാൽ ഒരു പൌരന്റെ അടിസ്ഥാനാവകാശമായ പാസ്പോർട്ട് സേവനങ്ങൾക്ക് ഇന്ത്യയിലെ നിരക്കുകളേക്കാൾ 10 മടങ്ങ് അധികം തുക പ്രവാസികളിൽ നിന്ന് ഈടാക്കുന്നത് നീതിയുക്തമല്ലെന്ന് സംഘടന അഭിപ്രായപ്പെട്ടു. സൈബർ കുറ്റകൃത്യങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പാഠങ്ങൾ രാജ്യത്തെ വിദ്യാഭ്യാസ സിലബസിൽ ഉൾപ്പെടുത്താൻ സൗദി ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടു. കുടുംബകാര്യ കൌൺസിലുമായി ബന്ധപ്പെട്ട വിവിധ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്ത യോഗത്തിലാണ് ഈ സുപ്രധാന നിർദ്ദേശം ഉയർന്നത്. രാജ്യത്തെ കുടുംബങ്ങളുടെ സുരക്ഷയും മാനസികാരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിനുള്ള വിപുലമായ പദ്ധതികളാണ് കൌൺസിൽ മുന്നോട്ടുവച്ചത്. രാജ്യത്തെ വിദ്യാഭ്യാസ പാഠ്യപദ്ധതിയുടെ മാനദണ്ഡങ്ങളിൽ കുടുംബസുരക്ഷയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തണമെന്നാണ് സൗദി ഷൂറ കൌൺസിലിന്റെ നിർദ്ദേശം. കുട്ടികളുടെ ഡിജിറ്റൽ ഉപയോഗം സുരക്ഷിതമാക്കാൻ വലിയ തോതിലുള്ള ബോധവൽക്കരണം വേണം. ഇതിനായി മാതാപിതാക്കളെയും സമൂഹത്തെയും പങ്കാളികളാക്കി പ്രത്യേക ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കണം. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ മാനസികാരോഗ്യ പരിപാടികൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കാൻ കൌൺസിൽ നടപടി സ്വീകരിക്കണം. കൃത്യമായ വിവരശേഖരണത്തിലൂടെ മാനസികാരോഗ്യ മേഖലയിലെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ ഒരു ദേശീയ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. സന്നദ്ധ ചാരിറ്റി മേഖലകളുമായി ചേർന്ന് മാനസികാരോഗ്യ പരിപാടികൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമുള്ള സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പ്രത്യേക പങ്കാളിത്തം ഉറപ്പാക്കണം. അൽഷിമേഴ്സ് രോഗികളെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മാനസിക ക്ഷേമം ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരണം. പൊതുവായ ബോധവൽക്കരണത്തിന് പകരം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സദായ അതോറിറ്റിയുമായി സഹകരിച്ച് സന്ദേശങ്ങൾ കൈമാറണം. പുതുതായി വിവാഹം കഴിക്കുന്നവർക്കായി കുടുംബ ഭദ്രത ഉറപ്പാക്കുന്ന പ്രത്യേക പരിപാടികൾ വേണം. പ്രായമായവരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാനും അവരുടെ മാനസികാരോഗ്യം വിലയിരുത്താനും ദേശീയ തലത്തിൽ പ്രത്യേക സർവേകളും ബോധവൽക്കരണവും നടത്തണമെന്നും ഷൂറ കൌൺസിൽ ആവശ്യപ്പെട്ടു. 24 ജിദ്ദ. വ്യാജ അവധിക്കാല ഡീലുകളും പേയ്മെന്റ് തട്ടിപ്പുകളും സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് UAE ബാങ്കുകൾ. യാത്രാ സീസണിൽ വെബ്സൈറ്റുകൾ പരിശോധിക്കാനും തിരക്കുപിടിച്ച പണമടയ്ക്കൽ ഒഴിവാക്കാനും ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. തട്ടിപ്പുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ്. വേനലവധി ആരംഭിക്കുന്നതിനാൽ UAEയിൽ ഏറ്റവും അധികം പേർ യാത്ര പോകുന്ന സമയമാണിത്. സമൂഹമാധ്യമങ്ങളിൽ ആകെ അവധിക്കാല യാത്രാ പാക്കേജുകളുടെ പരസ്യമാണ്. അവധിക്കാല യാത്രകൾക്ക് ബുക്ക് ചെയ്യുമ്പോഴും യാത്രാ സംബന്ധമായ പേയ്മെന്റുകൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കണമെന്ന് UAE ബാങ്ക്സ് ഫെഡറേഷൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിച്ചു. തിരക്കേറിയ വേനൽക്കാല യാത്രാ സീസണിൽ വ്യാജ ഓഫറുകളും വ്യാജ വെബ്സൈറ്റുകളും ഉപയോഗിച്ച് തട്ടിപ്പുകാർ യാത്രക്കാരെ ലക്ഷ്യമിടുന്നത് വർദ്ധിച്ചു വരികയാണെന്ന് മുന്നറിയിപ്പ് നൽകി. വിമാന ടിക്കറ്റുകൾക്ക് വലിയ ഇളവുകൾ, ഹോട്ടൽ ബുക്കിംഗുകൾ, അവധിക്കാല പാക്കേജുകൾ എന്നിവ നൽകി ഉപഭോക്താക്കളെ പലപ്പോഴും തട്ടിപ്പുകാർ ആകർഷിക്കാറുണ്ടെന്നും UBF പറഞ്ഞു. വ്യാജ വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇരകളെ ഉടനടി പണമടയ്ക്കാൻ സമ്മർദ്ദത്തിലാക്കാൻ രൂപകൽപ്പന ചെയ്ത അടിയന്തര സന്ദേശങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തുന്നത്. ഇടപാടുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപ് വെബ്സൈറ്റുകളുടെ ആധികാരികത പരിശോധിക്കാനും ഔദ്യോഗിക ആപ്പ് സ്റ്റോറുകളിൽ നിന്ന് മാത്രം യാത്രാ അപേക്ഷകൾ ഡൗൺലോഡ് ചെയ്യാനും ഫെഡറേഷൻ ഉപഭോക്താക്കളോട് നിർദ്ദേശിച്ചു. വ്യക്തിഗത വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും മോഷ്ടിക്കുന്നതിനായി വ്യാജ ആപ്പുകൾ പലപ്പോഴും നിയമാനുസൃതമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഫെഡറേഷൻ മുന്നറിയിപ്പ് നൽകി. 24 ദുബായ്. ദുബായ് മെട്രോയിലെ എസ്കലേറ്റർ നവീകരണം പൂർത്തിയായി. 262 എസ്കലേറ്ററുകളാണ് നവീകരിച്ചത്. ദുബായ് RTA നേതൃത്വത്തിലാണ് നവീകരണം നടന്നത്. ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി കിയോലിസ് MHIയുമായി സഹകരിച്ചാണ് ദുബായ് മെട്രോ ശൃംഖലയിൽ ഉടനീളമുള്ള എസ്കലേറ്ററുകളുടെ നവീകരണം പൂർത്തിയാക്കിയത്. 262 എസ്കലേറ്ററുകളാണ് നവീകരിച്ചത്. ആകെ എസ്കലേറ്ററുകളിൽ 63%. സുരക്ഷ, വിശ്വാസ്യത, യാത്രക്കാരുടെ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് നവീകരണം. ഉപകരണങ്ങളുടെ കേടുപാടുകൾ തടയാനും നവീകരണം കൊണ്ട് കഴിയുന്നുണ്ട്. സ്മാർട്ട് സുസ്ഥിര ഗതാഗതത്തിന്റെ ആഗോള പട്ടികയിൽ
മുന്നിലുള്ള ദുബായിയുടെ സ്ഥാനം നിലനിർത്താനും ഇത്തരം പ്രവൃത്തികൾ അനിവാര്യമാണ്. ഡ്രൈവ് സിസ്റ്റംസ്, മോട്ടോർ യൂണിറ്റുകൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന ഭാഗങ്ങളുടെ മാറ്റിസ്ഥാപിക്കലും നവീകരണവും നടന്നിട്ടുണ്ട്. മെട്രോ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ അറ്റകുറ്റപ്പണികൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്തിരുന്നതായി RTA റെയിൽ ഏജൻസിയിലെ റെയിൽ മെയിൻ്റനൻസ് ഡയറക്ടർ ദാവൂദ് അൽ റൈസ് പറഞ്ഞു. രാത്രിയിലാണ് പണി നടത്തിയിരുന്നത്. ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നവീകരണം പൂർത്തിയാക്കിയത്. ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള നഗരമാക്കി ദുബായിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിനുള്ള വിഷൻ 2030 കരുത്തു പകരുന്നതാണ് നവീകരണ പരിപാടികൾ. 24 ദുബായ്. വെൽക്കം ബാക്ക്. വീണ്ടും വാർത്തകളിലേക്കാണ്. വിശുദ്ധ കാബ കഴുകൽ ചടങ്ങിനുള്ള പ്രത്യേക ഉപകരണങ്ങൾ നിർമ്മിച്ചത് സൗദി അറേബ്യയിലെ വിർത്ത് റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും വിദഗ്ധരും ചേർന്നാണ്. ഹറം കാര്യങ്ങൾക്കായുള്ള ജനറൽ അതോറിറ്റിയുമായി സഹകരിച്ച് 50 ദിവസത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് ഈ ഉപകരണങ്ങൾ ഇവർ തയ്യാറാക്കിയത്. പരമ്പരാഗത സൗദി കരകൗശല വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഉപകരണങ്ങൾ മികച്ച ക്രാഫ്റ്റിന്റെയും ഭംഗിയുടെയും ഉദാഹരണമായി മാറി. കഴിഞ്ഞ ദിവസമാണ് മക്കയിലെ വിശുദ്ധ കഅബ കഴുകൽ ചടങ്ങ് നടന്നത്. ഭരണാധികാരി സൽമാൻ രാജാവിനു വേണ്ടി മക്ക ഡെപ്യൂട്ടി അമീർ സൗദി ബിൻ മിഷാൽ രാജകുമാരൻ ഈ വിശുദ്ധ ചടങ്ങിന് നേതൃത്വം നൽകി. എല്ലാ വർഷവും പതിവായി നടക്കാറുള്ള കഅബ കഴുകൽ ചടങ്ങിനായുള്ള പ്രത്യേക ഉപകരണങ്ങളാണ് ഇത്തവണ വിർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുക്കിയത്. 50 ദിവസത്തെ പ്രയത്നത്തിലൂടെയും 300-ലധികം മണിക്കൂറുകൾ നീണ്ട അധ്വാനത്തിലൂടെയുമാണ് ഈ ഉപകരണങ്ങൾ വിദ്യാർത്ഥികളും വിദഗ്ധരും ചേർന്ന് നിർമ്മിച്ചത്. സൗദി അറേബ്യയുടെ പരമ്പരാഗത ലോഹപ്പണി, തടിപ്പണി, എംബ്രോയിഡറി എന്നിവ സമന്വയിപ്പിച്ചാണ് ഇവ ഡിസൈൻ ചെയ്തത്. കാബ കഴുകാൻ ഉപയോഗിച്ച മനോഹരമായ ടവലുകൾ, തടി കൊണ്ടുണ്ടാക്കിയ അഗർബത്തി പുകയ്ക്കുന്ന പാത്രം, ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുൽത്താൻ അൽ അസ്മരി എന്ന വിദ്യാർത്ഥി കാബയുടെ പുതപ്പിൽ നിന്നുള്ള ഡിസൈനുകൾ ലോഹത്തിൽ മനോഹരമായി കൊത്തിവെച്ചു. ട്രെയിനർമാരായ അബ്ദുൽ കരീം അൽ ഷെഹരിയും മനാൽ ബിൻ ദായേലും തടിപ്പണിയും എംബ്രോയിഡറിയും ചെയ്ത് ഈ ഉപകരണങ്ങളെ മനോഹരമാക്കി. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകാനും പരമ്പരാഗത സൗദി സംസ്കാരം നിലനിർത്താനും ഈ വലിയ പ്രോജക്റ്റിലൂടെ സാധിച്ചു എന്ന് അധികൃതർ വ്യക്തമാക്കി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ജിദ്ദ ദേവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനസ് ബിൻ മാലിക് മദ്രസയിൽ ഈ വേനലവധിക്കാലത്ത് 40 ദിവസത്തെ നൂറുൽ ഖുർആൻ മനപ്പാഠ പദ്ധതി സംഘടിപ്പിക്കുന്നു. ജൂലൈ 5 മുതൽ ഓഗസ്റ്റ് 14 വരെ നടക്കുന്ന ക്യാമ്പിൽ 15 ആൺകുട്ടികൾക്കും 15 പെൺകുട്ടികൾക്കുമാണ് പ്രവേശനം. എലിജിബിലിറ്റി ടെസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. അറബ് വംശജരായ വിദഗ്ധ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ജിദ്ദയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0509299816 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. UAE ആസ്ഥാനമായ NMC ഹെൽത്ത് കെയറും ബാങ്ക് ഓഫ് ബറോഡയും തമ്മിലുള്ള കേസ് ഒത്തുതീർപ്പായതായി UAE മാധ്യമങ്ങൾ. ഒത്തുതീർപ്പിന്റെ ഭാഗമായി 5700 കോടി രൂപ NMC ഗ്രൂപ്പിന് ബാങ്ക് ഓഫ് ബറോഡ കൈമാറി. അതേസമയം BR ഷെട്ടിക്കെതിരായ കേസ് തുടരുമെന്ന് NMC ഹെൽത്ത് കെയർ വ്യക്തമാക്കി. UAEയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ ശൃംഖലയായിരുന്ന NMC ഹെൽത്ത് കെയറിന്റെ തകർച്ചയിലേക്ക് നയിച്ച സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത്. 2020-ൽ NMC ഹെൽത്ത് കെയർ തകർന്നതോടെ ആശുപത്രി ശൃംഖലയുടെ നടത്തിപ്പ് നിലവിലെ റിസീവർഷിപ്പിലേക്ക് മാറ്റിയിരുന്നു. ഈ സമയത്ത് ബാങ്കിലെത്തിയ പണം റിസീവർഷിപ്പിനും പുതിയ മാനേജ്മെന്റിനും നൽകാതെ BR ഷെട്ടിക്കും അന്നത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കും ബാങ്ക് കൈമാറിയെന്നായിരുന്നു പരാതി. ഓപ്പോ റെനോ 16 സീരീസ് AI ഫോൺ മൈജിയുടെ നേതൃത്വത്തിൽ ലോഞ്ച് ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ സിനിമാ താരം ആസിഫ് അലി ലോഞ്ച് നിർവഹിച്ചു. റെനോ 16, 60C എന്നിങ്ങനെ മോഡലുകളാണ് ഈ സീരീസിൽ വരുന്നത്. AI റീമിക്സ് കോളേജ്, 50 MP 3.5x ടെലിഫോട്ടോ ക്യാമറ, സ്മാർട്ട് ആൻഡ് സ്മൂത്ത് കളർ OS 16 എന്നിവയാണ് ഈ സീരീസിന്റെ ഹൈലൈറ്റ്. സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ഫീച്ചറുകൾ, പ്രീമിയം ഡിസൈൻ, മികച്ച പെർഫോമൻസ് എന്നിവ ഉൾപ്പെടെ നിരവധി പ്രത്യേകതകളും ഒരുക്കിയിട്ടുണ്ട്. ലോഞ്ചിനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകളാണ് മൈജിയും ഓപ്പോയും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത്. പഴയ ഫോണുകൾ മികച്ച വിലയിൽ എക്സ്ചേഞ്ച് ചെയ്ത് മികച്ച ഓഫറിൽ പുതിയ ഓപ്പോ റെനോ 16 സീരീസ് വാങ്ങാനുള്ള അവസരവും ഉണ്ട്. ഇന്ന് ഇവിടെ നടന്ന ഗ്രാൻഡ് ഇവന്റ് ഓപ്പോ റെനോ 16 സീരീസിന്റെ ലോഞ്ചാണ്. 2 ഫോണുകളാണ് ഇന്ന് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതൊരു പാൻ ഇന്ത്യൻ ഒപ്പോ ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഒപ്പോ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് എല്ലാം
ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജി കൊണ്ടുവരുന്ന ഫോൺസും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും എല്ലാം കേരളത്തിൽ ലോഞ്ച് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം മൈജിയാണ് ഇതെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിച്ചപ്പോൾ ഒപ്പോയുടെ കഴിഞ്ഞ ഓൾ ഇന്ത്യ സെയിലിൽ ഏറ്റവും ലീഡ് ചെയ്യുന്നത് മൈജി സ്റ്റോഴ്സാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഗ്രാൻഡ് ലോഞ്ച് ഹയത്തിൽ വെച്ച് കൊച്ചിയിൽ വെച്ച് ഇന്ന് നടന്നത്. പ്രണയം പ്രകടിപ്പിക്കാൻ അമേരിക്കയിലെ ന്യൂയോർക്കിൽ 1500 അടി ഉയരമുള്ള കെട്ടിടത്തിൽ കയറി സാഹസിക പ്രകടനം നടത്തിയ റഷ്യൻ ദമ്പതികൾ പിടിയിൽ. പ്രശസ്തമായ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന് മുകളിൽ കയറിയാണ് ദമ്പതികളുടെ സാഹസിക പ്രകടനം. ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളിൽ സാഹസിക പ്രകടനങ്ങൾ നടത്തി സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ആഞ്ചല നിക്കോളാവും ഇവാൻ കുസ്നെറ്റ്സോവുമാണ് ന്യൂയോർക്ക് പോലീസിന്റെ പിടിയിലായത്. എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന്റെ ഏറ്റവും മുകളിലെത്തിയ ഇവർ ഒരു കറുത്ത ബാനർ ഇവിടെ ഉയർത്തി. അധികാരത്തോടുള്ള സ്നേഹത്തേക്കാൾ സ്നേഹത്തിന്റെ ശക്തി വിജയിക്കുമ്പോൾ ലോകം സമാധാനം അറിയുന്നു എന്നായിരുന്നു ആ ബാനറിൽ എഴുതിയിരുന്നത്. ഇതിന് പിന്നാലെ കെട്ടിടത്തിന്റെ ആന്റിനയ്ക്ക് മുകളിൽ വെച്ച് ഇവാൻ തന്റെ ദീർഘകാല കാമുകിയായ ആഞ്ചലയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതും കാണാമായിരുന്നു. Oh, he's proposing? No way. He's proposing. I'm not joking. He's proposing. There's no way. He's proposing. I'm not joking. എന്നാൽ ഈ പ്രണയ നിമിഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ ഉടൻ തന്നെ ന്യൂയോർക്ക് പോലീസ് ഹെലികോപ്റ്ററുമായി എത്തുകയും കെട്ടിടത്തിന്റെ ഒബ്സർവേഷൻ ഡെക്കിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തു. സാഹസിക പ്രകടനത്തിന് ശേഷം താഴെ എത്തിയ ഉടൻ തന്നെ ഇരുവരെയും ന്യൂയോർക്ക് പോലീസ് വിലങ്ങണിയിച്ചു. അതിക്രമിച്ച് കടക്കൽ, ജീവന് ഭീഷണിയുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ തുടങ്ങി നിരവധി ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇവർ ഉപയോഗിച്ച ബാനർ പോലീസ് കണ്ടെടുത്തു. ഇവർ എങ്ങനെയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കണ്ണുവെട്ടിച്ച് ഇത്രയും മുകളിൽ എത്തിയതെന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. ഗൾഫ് ടുഡേയിലേക്ക് വീണ്ടും സ്വാഗതം. ഭൂട്ടാൻ വാഹനക്കടത്തു കേസിൽ നടൻ ദുൽഖർ സൽമാനോട് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ട കസ്റ്റംസ്. ദുൽഖർ ഉപയോഗിച്ചിരുന്ന 4 വാഹനങ്ങളാണ് ഇതുവരെ ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്തത്. ദുൽഖറിനെ വീണ്ടും മൊഴിയെടുക്കാൻ വിളിപ്പിച്ചേക്കും. ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നികുതി വെട്ടിച്ച് ആഡംബര വാഹനങ്ങൾ കടത്തിയതിൽ രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷനാണ് ഓപ്പറേഷൻ നുംകൂർ. ഇങ്ങനെ കൂടുതലായും വാഹനങ്ങൾ കടത്തിയിരിക്കുന്നത് കേരളത്തിലേക്കാണ്. ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉടമകളായുമുണ്ട്. ദുൽഖർ സൽമാന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ, ലാൻഡ് ക്രൂയിസ്, നിസാൻ പെട്രോൾ ഉൾപ്പെടെ 4 വാഹനങ്ങൾ നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 2 വാഹനങ്ങൾ പിന്നീട് കോടതി നിർദ്ദേശത്തെ തുടർന്ന് വിട്ടു നൽകി. ഈ പരിശോധനകളുടെ തുടർച്ചയായാണ് കഴിഞ്ഞ ദിവസം 4 മണിക്കൂറോളം കൊച്ചി കസ്റ്റംസ് ആസ്ഥാനത്ത് ദുൽഖറിനെ ചോദ്യം ചെയ്തത്. ദുൽഖറിന്റെ തന്നെ 4 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലുമുണ്ട്. ഇവയുടെ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. നികുതി വെട്ടിച്ച വാഹനങ്ങളാണെന്ന് അറിയില്ലായിരുന്നുവെന്നും രേഖകൾ കൃത്യമാക്കി ഇടനിലക്കാരൻ വഴിയാണ് വാങ്ങിയതെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. ഇത് പൂർണ്ണമായും കസ്റ്റംസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. കേരളത്തിൽ നിന്ന് ഇതുവരെ 57 ആഡംബര വാഹനങ്ങളാണ് ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായി പിടികൂടിയിരിക്കുന്നത്. നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തു. 24 കൊച്ചി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷന് അനുമതി നൽകിയ കാര്യം ഹൈക്കോടതിയെ അറിയിച്ച് സംസ്ഥാന സർക്കാർ. മുൻ ചെയർമാനും INTUC സംസ്ഥാന പ്രസിഡന്റുമായ R ചന്ദ്രശേഖരനെയും മുൻ MD KA രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. പ്രോസിക്യൂഷൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് ബുധനാഴ്ച പരിഗണിക്കും. 2020 ഏപ്രിൽ 30-ന് CBI പ്രോസിക്യൂഷൻ അനുമതി തേടിയെങ്കിലും പിണറായി സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. കശുവണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടില്ലെന്നായിരുന്നു കഴിഞ്ഞ സർക്കാർ 3 തവണ ഹൈക്കോടതിയെ അറിയിച്ചത്. ഒടുവിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള പുതിയ സർക്കാരിന്റെ അനുമതി. R ചന്ദ്രശേഖരൻ, KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ കാര്യം സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു. അനുമതി ലഭിച്ചതോടെ പ്രതികൾക്കെതിരെ അഴിമതി നിരോധന നിയമം കൂടി ചേർത്ത് CBI കുറ്റപത്രം പുതുക്കും. തിരുവനന്തപുരം CBI കോടതിയിലാണ് വിചാരണ. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനായി കശുവണ്ടിപ്പരിപ്പ് വാങ്ങിയതിലും കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസിന് ആധാരം. 1400 കോടിയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. 2015-ലാണ് CBI അന്വേഷണം ആരംഭിച്ചത്. 2020-ൽ കുറ്റപത്രം നൽകി. ഇനി വിചാരണയുടെ നാളുകൾ. വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകൾക്ക് ഇനി സുഖചികിത്സാ കാലം. സുഖചികിത്സയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ AV ഗോപിനാഥ് നിർവഹിച്ചു. നല്ലവണ്ണം എണ്ണ തേച്ചു കുളിപ്പിക്കും. പിന്നെ ഉണക്കയരിയും ചെറുപയറും ചേർത്ത് വേവിച്ച ചോറിൽ ആയുർവേദ ഔഷധങ്ങളും വിറ്റാമിൻ ഗുളികകളും ചവനപ്രാശം ലേഹ്യവും കലർത്തി ഉരുളകളാക്കി നൽകും. നല്ല അനുസരണയോടെയാണ് ഗജവീരന്മാർ സുഖചികിത്സയ്ക്കായി അണിനിരുന്നത്. ദേവസ്വത്തിന്റെ 35 ആനകൾക്കായി 9 ലക്ഷം രൂപ ചെലവിട്ടാണ് സുഖചികിത്സ. ആനകളെ സംബന്ധിച്ചിടത്തോളം സുഖചികിത്സ ഒരു സുഖചികിത്സ തന്നെയാണ്. ആനകൾക്ക് ഇത്രയും സുഖകരമായ ഒരു മാസം 30 ദിവസം ലോകത്തെവിടെയും ഉണ്ടാവില്ല, ഗുരുവായൂരിലല്ലാണ്ട്. എല്ലാ വർഷവും സുഖചികിത്സ ദേവസ്വം നടത്തും. അതിനെ ആനകളെ സംരക്ഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. സുഖചികിത്സയ്ക്കുള്ള കൂട്ട് തന്നെ വളരെ ആലോചിച്ചും ചിന്തിച്ചും മാത്രമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ ഗുരുവായൂർ ആനക്കോട്ടയിൽ വ്യായാമത്തിനായി ആന നടത്തവും ഉണ്ടാകും. എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണമോ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ പുന്നത്തൂർ കോട്ട നവീകരിക്കുന്ന കാര്യം ഉൾപ്പെടെ അടുത്ത വർഷം സുഖചികിത്സ ഇന്നും ഫലപ്രദമായിട്ട് നന്നായിട്ട് ഒരു വലിയ തൃശ്ശൂർ പൂരം പോലെ ഒരു ഉത്സവമായിട്ട് തന്നെ ഇവിടെ നടത്താൻ ആണ് ഗുരുവായൂർ ദേവസ്വം ആഗ്രഹിക്കുന്നത്. 30 നാൾ സുഖചികിത്സ കഴിഞ്ഞ സുന്ദരക്കുട്ടന്മാരായി ഗുരുവായൂരിലെ ആനകൾ വീണ്ടും ഉത്സവത്തിമിർപ്പിലേക്ക്. ശ്രീകുമാരൻ, 24 തൃശൂർ. ഈ റിപ്പോർട്ടോടെ ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ഗുഡ് നൈറ്റ്.